കേന്ദ്രമന്ത്രി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രതീക്ഷ ലഭിക്കുന്നുണ്ടോ ഈ ഒരു വരവിൽ? തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി പറഞ്ഞ വാക്കുകളിൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 185 ദിവസമായി, 6 മാസം കഴിഞ്ഞു. പക്ഷേ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നതും വോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. നമ്മുടെ ഒരു ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രാദേശിക നേതാവ് പോലും കടന്നു വരാത്ത ഒരു സ്ഥലത്തോട്ടാണ് കേന്ദ്രമന്ത്രി കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനമ്പം ജനത ഒത്തിരി സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും, ഈ സമരപന്തലിൽ വെച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകും, നിങ്ങൾക്ക് ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടാകാത്തതിലൊരു നിരാശയുണ്ടോ? അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാം, വഖഫ് ആക്ടിൻ്റെ ഇത് പാസ്സായെങ്കിലും, വഖഫ് നിയമം പാസ്സായെങ്കിലും അതിനൊത്തിരി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. അത് വേണ്ട സമയത്ത് അവർ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ. അതിനധികം സമയം വൈകിയിട്ടില്ല. അപ്പോൾ കേന്ദ്രം അതിലിടപെടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കേരളം വഴിയിട്ടായാലും പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കേന്ദ്രം ഇടപെടും എന്നുള്ളൊരു വാക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ആളുകൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് മുനമ്പം ജനത നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിൽ നിലനിൽക്കുകയാണ്, ട്രൈബ്യൂണലിൻ്റെ ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് അതിനകത്ത് ഇടപെടുന്നതിനകത്തൊക്കെ നിയന്ത്രണം ഉണ്ടായില്ല. സർക്കാരിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ട്രൈബ്യൂണലിൽ നമ്മളുടെ വിധി സ്റ്റേ ചെയ്യുന്ന കാരണം നമ്മളുടെ വിധി വരാനിരിക്കെ നമ്മുടെ വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങിയ കാര്യമൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഈ വഖഫ് ബോർഡ് സർക്കാരിൻ്റെ ഭാഗമല്ലേ? വഖഫ് ബോർഡ് സർക്കാരിൻ്റെ ഭാഗമാണല്ലോ. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഈ ഭൂമി വഖഫ് രജിസ്റ്ററിൽ എങ്ങനെ കയറി, ആര് വഴി കയറി? വഖഫ് ബോർഡ് അറിയാതെ എങ്ങനെ വഖഫ് രജിസ്റ്ററിൽ കയറില്ലല്ലോ. അപ്പോൾ എങ്ങനെ കയറി? അതൊക്കെ ഞങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സർക്കാർ അറിയാതെ ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, കേരള സർക്കാർ ഇനിയെങ്കിലും ഇടപെടണം. ഇടപെട്ടില്ലെങ്കിൽ മുനമ്പം സമരത്തിൻ്റെ രീതികൾ മാറും. അത് നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആശാവർക്കർമാരുടെ സമരം പോലെ നീണ്ടുപോകാനോ ഒന്നും ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങളുടെ ഒരു വജ്രായുധം ഞങ്ങൾ എടുക്കും. അതിൽ ഞങ്ങൾക്കൊരു നീതി കിട്ടും. ആ വജ്രായുധം ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കാതെ ഇതിനൊരു വഴി ഇപ്പോൾ കേരള സർക്കാരിന് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്തായാലും കിരൺ റിജിജു സാർ ഇന്ന് വന്ന് പറഞ്ഞ വാക്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്നൊരു സൂചന കൂടിയല്ലേ നൽകുന്നത്? നിയമപോരാട്ടം തുടരേണ്ടി വരും. കാരണം നമ്മൾക്കറിയാം ആ നിയമത്തിൻ്റെ കുരുക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ കോടതികളിൽ പോകുമ്പോഴും നമ്മൾക്ക് ശത്രുക്കൾ കൂടി വരികയാണ്. അതിൻ്റെ പേരിൽ തന്നെ നിയമപോരാട്ടത്തിലൂടെ തന്നെ ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ വഖഫ് ബോർഡാണ് ഇതിൻ്റെ ഞങ്ങളുടെ എതിരാളികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ അത് കേരള സർക്കാരിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊരു വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞങ്ങളോട് ഈ അവഗണന. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഒരു മാറ്റമുണ്ടാകും. ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളുടെ കാത്തിരിപ്പ്.